പ്ലാസ്റ്റിക് പേന കൊണ്ട് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ മുത്തശ്ശി നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോൾ ഇങ്ക് പേന കൊണ്ടായിരുന്നു എനിക്ക് എഴുതിയിരിക്കുക, അല്ലെങ്കിൽ ചോക്ക് ഉണ്ടായിരിക്കും എഴുതിയിരിക്കുക, അല്ലെങ്കിൽ പെൻസിലും ഉണ്ടായിരിക്കും എഴുതിയിരിക്കുക. ഇന്നിപ്പോ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ആഭിമുഖ്യത്തിൽ ഇങ്ക് പേനയിലേക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ തുറക്കുമ്പോഴേക്കുന്നുണ്ട്. ഒറ്റത്തവണ മാത്രം ഉപയോഗിച്ച് ദൂരെ എറിയുന്ന പേനകൾ മാറ്റിയിട്ട് വീണ്ടും നമ്മുടെ വീട്ടിലിരുന്ന ഇങ്ക് പേന വീണ്ടും ഉപയോഗിച്ചാലോ എന്നൊരു ചോദ്യം അപ്പൊ അവിടെ ചോദിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ചോദ്യം നമ്മുടെ മുത്തശ്ശി നമ്മുടെ പ്രായത്തിലായിരുന്നപ്പോ ഈ പ്ലാസ്റ്റിക് സാധനത്തിന് പകരം എന്തായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആ ഒരു ചോദ്യം ചോദിക്കുന്നത്. അധ്യാപകരോട് ചോദിക്കണം, വീട്ടിൽ പോയാലും ചോദിക്കണം. പണ്ട് ഈ ക്യാരി ബാഗൊന്നും ഇല്ലാത്ത സമയത്തും ഇവര് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നല്ലോ വീട്ടില്, അല്ലേ? അപ്പോ ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഇല്ലാതിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിൽ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അരി വാങ്ങിച്ചുകൊണ്ടിരുന്നതൊക്കെ ചോദിക്കണം. ആ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇടിച്ചു കയറ്റമാണ് അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ.